ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. മൈദയും മുട്ടയും ബട്ടറും ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഈ കേക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി 2-3 തവണ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ള ശർക്കര ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ശർക്കരയാണ് കിട്ടിയത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടീനിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ട്രൂട്ടി ഫ്രൂട്ടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനി ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ദോശക്കല്ല് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ടീന് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചൊരു 45-50 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. ഇതിപ്പോൾ 45-50 മിനിറ്റോളം നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുത്തതിന് ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മൈദയും മുട്ടയും ബട്ടറൊന്നും ചേർക്കാതെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.